ബൈഹഖി ഇമാം ദലായില് എന്ന് പറഞ്ഞ കിതാബിൽ മുസ്ലിമുൽ മലായിയുടെ റിപ്പോർട്ടിലൂടെ അനസ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അനസ് റളിയല്ലാഹു പറഞ്ഞു, ജാഅ റജുലുൻ അഅറാബിയുൻ, ഒരു അഅറാബിയായ ഒരു മനുഷ്യൻ വന്നു. ഒരു അഅറാബിയായ എന്ന് പറഞ്ഞാൽ മലഞ്ചെരുവുകളിൽ ഒക്കെ താമസിക്കുന്ന ആൾക്കാണ് ഈ അഅറാബി എന്ന് അവർ ഉദ്ദേശിക്കുന്നത്. നബിയിലേക്ക് വന്നിട്ട് ഖാല യാ റസൂലല്ലാഹ്, അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരെ, അതൈനാക, നമ്മൾ അങ്ങയിലേക്ക് വന്നിരിക്കുന്നു. ഒമാലന, നമുക്കില്ല ബഗീറുൻ യഇത്തു, യാത്ര ചെയ്യാൻ പറ്റിയ ഒരു ഒറ്റ ഒട്ടകം പോലും ഇല്ല. വലാ സബിയുൻ യഅത്തു, പാല് കുടിക്കുന്ന ഒരു കുട്ടി പോലും, ഒക്കെ മരിച്ചു. ഇവിടെ ആരുമില്ല, എല്ലാം ചത്തു തീർന്നു, കാരണം വരൾച്ച കൊണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്നിട്ടൊരു പാട്ട് പാടി, വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുന വഅൈനാ ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റുസുലി. ഈ അറാബി നബിയുടെ മുമ്പിൽ ഒന്ന് പാടുക. ലൈസ ലനാ, നമുക്കില്ല, ഇല്ലാ ഇലൈക ഫിറാറുന, അങ്ങയിലേക്ക് ഓടി വരലല്ലാതെ ഞങ്ങൾക്കതേ ഉള്ളു മാർഗം, വേറൊരു മാർഗമില്ല. വൈന ഫിറാറുന്നാസി, ജനങ്ങൾ എങ്ങോട്ടാണ് ഓടുക? ഇല്ല ഇലർ റുസുലി, അള്ളാഹുവിന്റെ പ്രവാചകന്മാരിലേക്കല്ലാതെ. മിമ്പറിൽ ഇങ്ങനെ നിന്ന് കുത്തുപോകുന്ന സമയത്താണിത്. പുറകോട്ട് ഇങ്ങനെ കൈ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇങ്ങനെ എന്ത് ചെയ്തു, മുമ്പോട്ടാക്കി എന്നാണ്. ഇത്രേ ചെയ്തോളൂ. ഈ ഇശാറത്ത് നടന്നപ്പോ ഒരു തുള്ളി മേഘം ആകാശത്തിൽ ഹദീസിനകത്തുണ്ട്. പെട്ടെന്ന് എന്ത് ചെയ്തു, ആകാശം മേഘാവൃതമാവുകയും മഴ തുടങ്ങുകയും ഒരാഴ്ച മഴ തുടരുകയും തുടർന്നതിന് ശേഷം ആ ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെന്ത് ചെയ്ത്, ആ സഹാബി തന്നെ പിറ്റേ വെള്ളിയാഴ്ച വന്ന നബിയോട് എന്ത് പറഞ്ഞു? നബി, ഇവിടെ മഴ വർദ്ധിച്ചു, ഹലക്കത്തിൽ ലംബാലു, ഇവിടുത്തെ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടു, അതുകൊണ്ട് അങ്ങ് ദ്വാരക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് നിബിതങ്ങൾ, അവല്ലാഹുമ്മ ഹവാലൈന വലാലൈന എന്ന് പറഞ്ഞ് മിമ്പറിൽ നിന്ന് ഇങ്ങനെ കൈ കലക്കി എന്നാണ്. മദീനയുടെ എല്ലാ പരിസരങ്ങളിലും മഴ പിന്നീട് ലഭിച്ചു. ആ മദീന മാത്രം കൊട പോലെ നിന്നു എന്നും ഹദീസിനകത്ത് കാണാം. അവിടെ മാത്രം ഒരു മഴ ഉണ്ടായിട്ടില്ല.